പിന്നെ ഇപ്പോൾ മൊയ്തീൻ മാഷെ കുറിച്ച് ഇവിടെ എല്ലാവരും സംസാരിച്ചു. അതിൽ കൂടുതലായിട്ടും നമുക്കാർക്കും പറയാനില്ല. എല്ലാവർക്കും ഒരേപോലെ അനുഭവമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ സംസാരിക്കാൻ വന്നത് വേറൊന്നുമല്ല, ഇന്ന് രാവിലെ ഞാൻ ആ വീട്ടിൽ പോയിരുന്നു, മക്കളെ കണ്ടിരുന്നു. ഇപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാനും കൂടി പറഞ്ഞു. പിന്നെ അധ്യാപന ജീവിതത്തിൽ എന്തെങ്കിലും അനിഷ്ടമുണ്ടാകുന്ന സംഗതി മാഷ ഭാഗത്തുനിന്ന് ആരുടെയെങ്കിലും മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ടു കൊടുക്കാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരെയും മുമ്പിൽ പറയാനും. കേക്ക് കിട്ടിയില്ല. കേക്ക് കണ്ടു നോക്കുമ്പോൾ വേറൊന്നും കാണുന്നില്ല. ഇല്ല, ഒച്ച കുറവായതുകൊണ്ടാണ്. അല്ല, ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ കേൾക്കാത്ത ആളുണ്ടെങ്കിൽ ഞാൻ ആ വീട്ടിൽ പോയ സമയത്തെ ഇന്ന് രാവിലെ ഞാനിവിടെ പോയിരുന്നു, കുട്ടികളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഒരു കാര്യം ഇവിടെ ഇന്നിങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാൻ പറഞ്ഞു. അവർക്ക് ഇന്ന് വരാൻ പറ്റാത്തതുകൊണ്ടാണ്. വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെന്ന്, മരിച്ചതിൻ്റെ 3 ഒന്നുമില്ല. അധ്യാപന സമയത്ത് മാഷഭാഗത്തു നിന്ന് എന്തെങ്കിലും അനിഷ്ടമായ കാര്യങ്ങൾ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഉണ്ടാവാൻ വഴിയില്ല, ഒരു അധ്യാപകനായതുകൊണ്ട് ഒരു പക്ഷേ ചിലരുടെ മനസ്സിലെങ്കിലും പ്രയാസം ഉണ്ടാകുന്നത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ടു കൊടുക്കാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാവരോടും പറയാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ പറയാം. മാഷെ മരണാനന്തര ജീവിതങ്ങൾ ഏറ്റവും നല്ല രീതിയിലായിട്ട് ആ കുടുംബത്തിന് സമാധാനം ഉണ്ടാവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം.